നമസ്കാരം. കെ സി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. ആറ് ജില്ലകളിൽ കൂടി വനിതാ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത്. KR ഗൗരിയമ്മ JSSനെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടെന്ന് അഡ്വക്കേറ്റ് സജ്ജിത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ 6 ജില്ലകളിൽ കൂടി വനിതകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോലീസുകാർക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലീസുകാർക്ക് PR ഉണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ച് നമ്മളെടുത്ത തീരുമാനം, ഈ PRകൾക്ക് വേണ്ടി തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും പോകാതെ എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരും എല്ലാ മാസവും ഒരു അദാലത്ത് നടത്തി ഈ PR പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ആദ്യം അത് തുടങ്ങണമെന്നാണ് ഞാൻ ഐ വാണ്ടഡ് ടു സീ ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ആലപ്പി. ഈ മാസം തന്നെ ആലപ്പുഴയിൽ അതിന്റെ PR എന്റെ കൂടി ജില്ലയായതുകൊണ്ട് ആദ്യത്തെ അദാലത്ത് ആലപ്പുഴയിൽ ആരംഭിക്കണം എന്ന് ഞാൻ SP-യോട് നിർദ്ദേശിച്ചുകൊണ്ട്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് പുതിയതായി വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ഇവയുടെ തലപ്പത്ത് വനിതകളായിരിക്കും. ഇതിനായി 280 വനിതാ SI-മാരെയും 1000-ലധികം വനിതാ പോലീസുകാരെയും നിയമിക്കും. ഇവ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന സ്റ്റേഷനുകളായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ വനിതാ പോലീസ് സ്റ്റേഷനുകൾ നിലവിലുണ്ട്. വനിതാ പോലീസുകാരുടെ പ്രമോഷനും സർവീസ് സംബന്ധമായ കാര്യങ്ങൾക്കും അർഹിക്കുന്ന പരിഗണന നൽകും. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലാതലത്തിൽ അദാലത്തുകൾ നടത്തും. ആദ്യ അദാലത്ത് ആലപ്പുഴയിൽ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാനായി ആവിഷ്കരിച്ച നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 15-ന് UPA അധ്യക്ഷ സോണിയാഗാന്ധി കൊച്ചിയിൽ നിർവഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് നഗരസഭകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 10 വനിതാ വോളണ്ടിയർമാരടങ്ങുന്ന സംഘം ഓരോ ഭവനവും സന്ദർശിച്ച് പ്രശ്നങ്ങൾ ആരായുകയും വേണ്ടിവന്നാൽ പോലീസിന്റെ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. പദ്ധതിക്കായി 7.5 കോടി രൂപ വകയിരുത്തുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ വ്യക്തമായ നയമാണ്. പോലീസ് മോഡേണൈസേഷൻ സ്കീമിൽപ്പെടുത്തിയാണ് നോർത്ത് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പോലീസ് സേനയെ നവീകരിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസ് ജനസൌഹൃദ പോലീസായി മാറണമെന്നതാണ് ലക്ഷ്യം. ജില്ലാ കളക്ടർ N. പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ADGP K. പത്മകുമാർ, നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയാന മാസിഡോ, ജില്ലാ പോലീസ് മേധാവി ഉമാമീണ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രവീന്ദ്രദാസ്, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP സ്നേഹജൻ, നഗരസഭാംഗം റീഗോ രാജു തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 11ാം തീയതി ഉച്ചയ്ക്ക് വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മേയർ പ്രൊഫസർ ചന്ദ്രിക അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ V. ശിവൻകുട്ടി, K. മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി O. രാജഗോപാൽ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, K. മാധവൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ പങ്കെടുക്കും. 12, 13 തീയതികളിലായി ബാങ്ക് ടവറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രിയും MLA-മായ MA ബേബി ഉദ്ഘാടനം ചെയ്യും. KR ഗൗരിയമ്മ JSSനെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടപ്പോഴാണ് തനിക്ക് JSS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്ന് അഡ്വക്കേറ്റ് VH സബ്ജിത്ത്. രാജൻ ബാബു വിഭാഗത്തുള്ള JSSന് കൊഴുക്കട്ട രാഷ്ട്രീയമാണുള്ളതെന്നും JSS സജ്ജിത്ത് വിഭാഗം ആരോപിച്ചു. UDF-ൽ തങ്ങളെയും JSS ആയി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് UDF കൺവീനർക്ക് കത്ത് നൽകിയതായും ഒരു നേതാവും പാർട്ടിയെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടരുതെന്നും UDF-ൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള JSS ഉറച്ചുനിൽക്കുമെന്നും അഡ്വക്കേറ്റ് സജ്ജിത്ത് ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ
1994 മുതൽ അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ പാർട്ടിയുടെ 6ാം സംസ്ഥാന സമ്മേളനം ജനുവരി 24, 25, 26 തീയതികളിൽ ആലപ്പുഴ വെച്ച് നടന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ആ സമ്മേളനത്തിൻ്റെ സമാപന ദിവസം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷിയായിരുന്ന JSS ആ മുന്നണി വിടണമെന്നുള്ളൊരു തീരുമാനം ഒരു കൃത്രിമമായ ജനാധിപത്യത്തിലൂടെ പാസ്സാക്കാൻ ശ്രമിച്ചപ്പോൾ JSSനെ പോലെയുള്ള സംഘടനാശേഷിയിൽ പരിമിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി മുന്നണി രാഷ്ട്രീയത്തിൽ നിന്നു പോകുന്നതാണ് നല്ലത് എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് ആ സമ്മേളനത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ഗൗരിയമ്മയോട് അത് പറഞ്ഞുകൊണ്ട് ആ സമ്മേളനത്തിൽ നിന്നും പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഏക സംസ്ഥാന ഭാരവാഹി ഞാനായിരുന്നു. അതിന്റെ കൂടെ തന്നെ മറ്റ് സംസ്ഥാന പ്രതിനിധികളും ഉണ്ടായി, സമ്മേളന പ്രതിനിധികളും ഉണ്ടായി. വാർത്താ സമ്മേളനത്തിൽ അലക്സ് ഡാനിയൽ, കിടങ്ങിൽ സുധാകരൻ, ശിവരാമൻ താണാശ്ശേരി, ദണ്ഡപാണി എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മിനിമം വേതനവും ഡോർ ഡെലിവറിയും നടപ്പിലാക്കുക, വെട്ടിക്കുറച്ച അരിയും APL ഗോതമ്പും പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി 15 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായിട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മങ്കമ്പോ തെക്കേക്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ DCC വൈസ് പ്രസിഡന്റ് MN ചന്ദ്രപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ റേഷൻ വ്യാപാര രംഗത്ത് നടക്കുന്നത് പോലെ തന്നെ മറ്റ് മേഖലകളിൽ കൊടുക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസിന്റെ പല സംവിധാനവും മാസശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ നിയമിച്ചുകൊണ്ട് നടത്തുമ്പോൾ, പുതിയ സംവിധാനം നടത്തുമ്പോൾ 66 മുതൽ ഇന്നുവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് അവരുടെ കുടുംബത്തെ പുലർത്തുവാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടത് അടിയന്തരമായ ആവശ്യമാണ് എന്ന യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MP ദേവരാജ് അധ്യക്ഷത വഹിച്ച ധർണയിൽ B ഹരിദാസ്, ജോസ് കാവനാട്, PH സതീന്ദ്രൻ, രാജു കട്ടത്തറ, ഷാജി ജോസഫ്, രാജേന്ദ്രകുമാർ, N പുഷ്പദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് R രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക മോർച്ച ജില്ലാ ചെയർമാൻ KP പരിഷത്ത്, H മുഹമ്മദ് ബഷീർ, H സലാം, B ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ 2014-2015 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം ഫെബ്രുവരി 11 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ അറിയിച്ചു. ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കോട്ടയം ഓഫീസുമായി ബന്ധപ്പെട്ട യുവജനക്ഷേമ കായിക പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ചുമതലക്കാരായി പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 25 വയസ്സിന് താഴെ 10ാം ക്ലാസ് ജയിച്ച ഇപ്പോൾ വിദ്യാർത്ഥികളല്ലാത്തവർക്ക് അപേക്ഷിക്കാം. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പ് ഉടമകൾ നടത്തുന്ന 24 മണിക്കൂർ സമരം പൂർണ്ണം. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് സമരം ആരംഭിച്ചത്. പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക, ബാഷ്പീകരണ നഷ്ടം പരിഹരിക്കുക, സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് പമ്പുകളെയും ജീവനക്കാരെയും രക്ഷിക്കുക, ഇന്ധനവില നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നിലവിൽ ജനുവരിയിൽ നടത്തിയ സമരത്തെ തുടർന്ന് ഉണ്ടാക്കിയ കരാർ ലംഘിച്ച സിവിൽ സപ്ലൈ സെക്രട്ടറിയുടെയും ഓയിൽ കമ്പനികളുടെയും നിഷേധാത്മക നിലപാടുകൾക്കെതിരെയാണ് വീണ്ടും സമരവുമായി രംഗത്തെത്തിയതെന്നും ഈ മാസം 18-നും 19-നും വീണ്ടും പമ്പുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഔദ്യോഗിക ഭാഷ മലയാളം സംബന്ധിച്ച പത്തനംതിട്ട ജില്ലാതല യോഗം ഫെബ്രുവരി 11 രാവിലെ 11 ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 2013 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കൈകാര്യം ചെയ്ത ഫയൽ സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ട് സഹിതം പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി മുതൽ സെന്റ് ജോസഫ് സ്കൂൾ വരെയുള്ള റോഡ് തകർന്നിട്ട് മാസങ്ങളായിട്ടും ഇത് നന്നാക്കാൻ പഞ്ചായത്തോ PWD ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് അടിയന്തരമായി നന്നാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് BMS കാവാലം മേഖലാ സെക്രട്ടറി J മനോജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി.
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. വേഴപ്ര മേജർ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം പൊങ്കാലയും മാർച്ച് 5, 6 തീയതികളിൽ നടക്കും. 6-ാം തീയതി രാവിലെ ആലപ്പുഴ ഡിവൈഎസ്പി കെ ശ്രീകുമാർ ഭദ്രദീപ പ്രകാശനം നടത്തുന്നതോടെ പൊങ്കാല ആരംഭിക്കും. തുടർന്ന് 11 മണിക്ക് പൊങ്കാല സമർപ്പണവും പ്രസാദമൂട്ടും, വൈകുന്നേരം 7-ന് ദാരികവധം, കഥകളിയും കളമെഴുത്തും പാട്ടും ഗുരുസിയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ടെലിഫോൺ ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഫെബ്രുവരി 13 രാവിലെ 8 മുതൽ 9:15 വരെ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള OMR പരീക്ഷ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാരുടെ ദ്വിദിന സമരം തിങ്കളാഴ്ച ആരംഭിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപകമായി 2 ദിവസത്തെ സമരം നടത്തുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ബാങ്ക് സ്വകാര്യവൽക്കരണ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. 2ാം ശനിക്കും ഞായറിനും ശേഷം സമരം നടക്കുന്നതിനാൽ ബാങ്കിംഗ് മേഖലയുടെ പ്രവർത്തനം 4 ദിവസത്തോളം നിലയ്ക്കും. ഇത് വാണിജ്യ മേഖലയിലും വ്യവസായ മേഖലകളിലും ഏറെ പ്രത്യാഘാതം സൃഷ്ടിക്കും. പ്രവാസികളടക്കം വിവിധ തലങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ സമരം ബാധിക്കും. കൂടാതെ 2 ദിവസത്തെ അവധിക്ക് ശേഷം സമരം നടക്കുന്നതിനാൽ ATM കൌണ്ടറുകളിലെ പണം കാലിയായതും ഇടപാടുകാർക്ക് തിരിച്ചടിയായി. IHRD നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിന്റെ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെന്ററുകളിൽ ഫെബ്രുവരി 15-നകം രജിസ്റ്റർ ചെയ്യണം. അപേക്ഷാ ഫോറം അതത് സെന്ററുകളിൽ ലഭിക്കും. പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, കൃത്യമായി വിതരണം നടത്തുക, പ്രഖ്യാപിച്ച DA നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷൻ സമീപം നടക്കുന്ന നിരാഹാര സമരത്തിൽ ബേബി പാറക്കാടൻ, MB ശാന്തകുമാർ, നിസാർ അഹമ്മദ്, K ബാബു, രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെൻഷൻ വിതരണം പെൻഷൻകാർ നടത്തുന്ന നിരാഹാര സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാം ദിവസമാണ്. ഇന്ന് കഴിഞ്ഞ 2 മാസമായിട്ട് 8500 രൂപ വീതമാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. കോട്ടയം ജില്ലയിലെ 2014 മാർച്ച് 31 വരെ ലൈസൻസ് നീട്ടി നൽകാത്ത കുറവിലങ്ങാട്, പാല, ഈരാറ്റുപേട്ട റേഞ്ചുകളിലെ 7 ഗ്രൂപ്പ് കള്ളുഷാപ്പുകളുടെ 2013-2014 വർഷത്തെ ശേഷിച്ച കാലയളവിലേക്കുള്ള വിൽപ്പന ഫെബ്രുവരി 15-ന് രാവിലെ 11-ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് കോട്ടയം എക്സൈസ് ഡിവിഷൻ ഓഫീസ്, പാല എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവിടങ്ങളിൽ ബന്ധപ്പെടണം. ദേശീയ പെൻഷൻ പദ്ധതിയിൽ വരിക്കാരാകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കായി എല്ലാ ട്രഷറി ജില്ലകളിലും അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസറുടെ നേതൃത്വത്തിൽ നോഡൽ സെൽ രൂപീകരിച്ചതായി പത്തനംതിട്ട ജില്ലാ ട്രഷറി ഓഫീസർ അറിയിച്ചു. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായി 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിച്ച സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും 2004 ജനുവരി 1 മുതൽ പ്രവേശനം നേടിയ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ നിയമന ഉത്തരവിന്റെ പകർപ്പ്, SSLCയുടെ അസൽ, സ്റ്റാമ്പ് സൈസിലുള്ള 2 കളർ ഫോട്ടോ, DDO ഒപ്പിട്ട് നൽകുന്ന ഉദ്യോഗ വിവരം സംബന്ധിച്ച ലഘുപത്രിക എന്നിവയുമായി ഏത് പ്രവൃത്തി ദിവസവും ജില്ലാ ട്രഷറി ഓഫീസറെ സമീപിക്കാം.
തലവടി കുന്തിരിക്കൽ സെന്റ് തോമസ് ദേവാലയ പ്രതിഷ്ഠയും CSI സഭ മോഡറേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻ തോമസ് K. ഉമ്മൻ തിരുമേനിക്ക് സ്വീകരണവും ഫെബ്രുവരി 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 വർഷം പഴക്കമുള്ള ദേവാലയത്തിന്റെ പുനരുദ്ധാരണ ശേഷമുള്ള പ്രതിഷ്ഠ ഈ സഭയുടെ അംഗവും മധ്യകേരള മഹായുടെ ബിഷപ്പും CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററുമായ അഭിമന്യ തോമസ് K. ഉമ്മൻ തിരുമേനി നിർവഹിക്കുക. അന്ന് ഉച്ചയ്ക്ക് 12 നടക്കുന്ന പൊതുസമ്മേളനം കേരളത്തിൽ അറിയപ്പെടുന്ന സഭാധ്യക്ഷനായ മോസ്റ്റ് റവറൻ ഫിലിപ്പോസ് മർക്കോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തതും കേരളത്തിലെ പ്രമുഖ ബിഷപ്പന്മാർ അതിൽ പങ്കെടുക്കുന്നതാണ്. തിങ്കളാഴ്ച നടക്കുന്ന പരിപാടി വളരെ പ്രസക്തിയുള്ളതാണ്. കേരളത്തിലെ സാഹിത്യ ലോകത്തിന് വലിയ സംഭാവന നൽകിയ ജോർജ് മാത്തൻ എന്ന വലിയ സ്വാത്വികനായ മനുഷ്യന്റെ ശവകുടീരം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കേരളത്തിലെ പ്രമുഖനായ പ്രഭാഷകൻ ബാബുൾ പോയ് IASന്റെ നേതൃത്വത്തിൽ ഒരു പ്രഭാഷണ പരമ്പര തിങ്കളാഴ്ച 17-ാം തീയതി രാവിലെ 10:30 ആരംഭിക്കുകയാണ്. 15 നവീകരിച്ച പള്ളിയുടെ കൂദാശ കർമ്മം നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മാർത്തോമ്മ വലിയ മെത്രാപ്പോലിത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. CSI സഭ മോഡറേറ്റർ തോമസ് K. ഉമ്മൻ തിരുമേനി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് റവറൻ തോമസ് സാമുൽ തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഇടവ വികാരി അലക്സ് P. ഉമ്മൻ, CI ചാണ്ടി എന്നിവർ പങ്കെടുത്തു. കുറവിലങ്ങാട് സെന്റ് മേരീസ് ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ 3 കിലോമീറ്റർ ചുറ്റളവ് ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചതായി കോട്ടയം ജില്ലാ കളക്ടർ അജിത് കുമാർ അറിയിച്ചു. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിൽ പാചകവാതക സബ്സിഡി ലഭിക്കുന്നില്ലെന്നത് സംബന്ധിച്ച പരാതിയുള്ളവർ പത്തനംതിട്ട ജില്ലാ അക്ഷയ ഓഫീസുമായോ ലീഡ് ബാങ്ക് മാനേജരുമായോ ബന്ധപ്പെടണമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് M. സുരേഷ് കുമാർ പറഞ്ഞു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾ വിലയിരുത്തുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് ലീഡ് ബാങ്ക് മാനേജരെയും അക്ഷയ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്ററെയും ചുമതലപ്പെടുത്തി. പാചകവാതക സബ്സിഡി ലഭിക്കുന്നതിന് ഒരു ഉപഭോക്താവ് ഒന്നിലേറെ അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കരുത്. ജില്ലയിൽ പാചകവാതക വിതരണം സുഗമമായി നടക്കുന്നെന്ന് ഓയിൽ കമ്പനികൾ ഉറപ്പാക്കണം. പാചകവാതക ഏജൻസി ജീവനക്കാർ ഉപഭോക്താക്കളോടും തിരിച്ചും നല്ല രീതിയിൽ പെരുമാറണം. പാചകവാതക ഏജൻസികൾക്കെതിരെ തുടർച്ചയായി പരാതികളുണ്ടാകുന്ന പക്ഷം അന്വേഷണം നടത്തി കുറ്റകരമെന്ന് കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുമെന്നും ADM പറഞ്ഞു. ദേശീയ പാതയോരത്തെ മദ്യഷോപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതും പുതിയ ലൈസൻസുകൾ നൽകാതിരിക്കുന്നതും സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ഫെബ്രുവരി 13 രാവിലെ 11 എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തും. പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അന്നേ ദിവസം സമർപ്പിക്കാം. ചരമവാർത്തകൾ. പുതുക്കരി തുണ്ടിയിൽ കുട്ടുമക്കളം ചാക്കോ വർഗീസ് നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 3 പുതുക്കരി സെന്റ് സേവ്യേഴ്സ് ദേവാലയ കുടുംബക്കല്ലറയിൽ. ചതുർത്ഥ്യാകരി പുളിപ്പറമ്പിൽ മധുമോഹൻ നിര്യാതനായി. സംസ്കാരം നടത്തി. നടുഭാഗം മണിയൻപള്ളി രവീന്ദ്രൻ നായർ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10:30 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 6 ജില്ലകളിൽ കൂടി വനിതാ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത്. KR ഗൗരിയമ്മ JSSനെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടെന്ന് അഡ്വക്കേറ്റ് സജ്ജിത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.